നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയൊരു ജനക്ഷേമ പദ്ധതി സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വീതം പ്രതിമാസ ധനസഹായം. ഈ പദ്ധതിയുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ആദ്യ ഗഡു ലഭിച്ചവർക്ക് രണ്ടാം ഗഡുവായിട്ടും അതോടൊപ്പം തന്നെ നാളിതുവരെ ലഭിക്കാത്ത 8 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കളുണ്ട്. അവർക്ക് ആദ്യ ഗഡുവും ഈ മാസം 25-ാം തീയതിയോടെയൊക്കെ ആരംഭിക്കും. സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക. ഇതും ഒരു പെൻഷൻ പദ്ധതിയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് സഹായ വിതരണം നടക്കുന്നത്. അപേക്ഷകൾ ഇനിയും വെച്ചിട്ടില്ലാത്തവർ വയ്ക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ BPL റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുൻഗണനാ വിഭാഗത്തിലേക്ക് ചേർക്കപ്പെടുന്നവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും. നിലവിൽ 34 വയസ്സുള്ളവരൊക്കെ ഉണ്ട്. അവർ 35 എത്തുമ്പോൾ അവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം. പദ്ധതിയിൽ അവസാന തീയതിയൊന്നുമില്ല. ആനുകൂല്യം കൃത്യമായിട്ട് 60 വയസ്സ് വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളിലൊന്നും അംഗത്വം ഉണ്ടാവാൻ പാടില്ല. ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാകരുത്. സർക്കാരിൻ്റെ സ്ഥിര താൽക്കാലിക കരാർ ജോലികൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള പല വ്യവസ്ഥകൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് അപേക്ഷകൾ നൽകാം, ആനുകൂല്യങ്ങൾ വാങ്ങാം. അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക. നിലവിൽ ഹെൽത്ത് സംവിധാനം വഴി നമുക്ക് ടോക്കൺ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. നിലവിൽ അതിരാവിലെ എണീറ്റ് ഇത്തരത്തിൽ ആശുപത്രികളുടെ മുന്നിൽ പോയി ക്യൂ നിൽക്കേണ്ട, അതായത് ടോക്കൺ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യം പോലും ഇനിയില്ല. നമുക്ക് ഹെൽത്ത് പോർട്ടൽ വഴി നമ്മളുടെ ആധാർ വഴി രജിസ്ട്രേഷൻ ചെയ്ത് ഒരു യുണീക്ക് ഹെൽത്ത് ID നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഹെൽത്ത് ID വിനിയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് ടോക്കണുകൾ എടുക്കാം. ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, അതോടൊപ്പം തന്നെ ഏത് സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ടോക്കൺ നമ്പർ, അത് സ്ലോട്ട് തിരഞ്ഞെടുക്കാനുള്ള അവസരം, അതിനുശേഷം കൃത്യമായിട്ട് കൺഫേം ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ജനറേറ്റ് ആവുന്ന ആ ടോക്കൺ ഉപയോഗിച്ച് പിന്നീട് ആശുപത്രിയിൽ പോയി ചീട്ടെടുക്കാതെ തന്നെ നമുക്ക് OPയിൽ നിന്ന് ബന്ധപ്പെട്ട ഡോക്ടറുടെ കൺസൾട്ടേഷൻ നേടുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഹെൽത്ത് എന്ന് ഗൂഗിൾ ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ സർക്കാർ ആശുപത്രികൾ ഇത്തരത്തിൽ തിക്കും തിരക്കും ഇനി കൂട്ടി ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുമാത്രമല്ല, സൗജന്യ ചികിത്സയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഗുരുതര രോഗങ്ങൾക്കൊക്കെ ചികിത്സ തേടുന്നവർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ബോധവാന്മാരാകണം. കാരണം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് 5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലഭിക്കുക. അത്തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർക്ക്, അതും കുടുംബവാർഷിക വരുമാനമൊക്കെ 3 ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ നമുക്ക് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് KBF എന്ന് പറയുന്ന സ്കീം വഴി സഹായം അനുവദിക്കുന്നതാണ്. 2 ലക്ഷം രൂപ വരെയൊക്കെ ക്ലെയിം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിച്ചറിയുക. അതിനുശേഷം ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ വഴി ആനുകൂല്യങ്ങൾ വാങ്ങാം. അതുകൂടാതെ തന്നെ റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ റംസാനൊക്കെ പ്രമാണിച്ച് നമുക്ക് സ്പെഷ്യൽ കിറ്റുകളുടെ വിതരണം നടക്കുന്നുണ്ട്. നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന സ്പെഷ്യൽ കിറ്റുകൾ. ഇത് നമുക്ക് തുക മുടക്കേണ്ട കിറ്റുകളാണ്. അപ്പോൾ ഇതിന് വിലക്കിഴിവാണ് നമുക്ക് ലഭിക്കുക. നിലവിൽ വിപണിയിൽ 1200, 1300 റേറ്റൊക്കെ വരുന്ന കിറ്റാണ് നമുക്കിവിടെ വില താഴ്ത്തി ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ വേണ്ടവർക്ക് അത്തരത്തിലുള്ള കിറ്റുകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.